ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് മാസമായില്ലേ, ഒരു 3-4 മാസമായി യൂട്യൂബ് ചാനൽ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതും. സ്കൂൾ റീഓപ്പണിങ്ങിന് ശേഷം സ്കൂളും അതുപോലെ തന്നെ യൂട്യൂബും ഒക്കെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് വീഡിയോസ് ഇടാൻ പറ്റാത്തതരം സാഹചര്യവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാഞ്ഞത്. എന്തായാലും ഈ ഓണം എല്ലാത്തിനും ഒരു നല്ല തുടക്കമാവട്ടെ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ തിരുവോണ ദിനത്തിലെ സദ്യ പ്രിപ്പറേഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഈ ഒരു ഓണം സദ്യ പ്രിപ്പറേഷൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാ കറികളും ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ രാവിലെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അതൊരു യുദ്ധക്കളം പോലായിരുന്നു. എല്ലാവരും പല പല കൂട്ടുകൾ ഉണ്ടാക്കുന്ന തിക്കിലും തിരക്കിലും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എല്ലാ സ്ഥലത്തോട്ടും ക്യാമറ ഒന്നും എത്തിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കൂട്ടുകൾ മാത്രമേ, അതിൻ്റെയൊക്കെ വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ പായസത്തിൻ്റെയൊക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ സാമ്പാറിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും ഇതിങ്ങനെ അടുപ്പിലേക്ക് കിടന്ന് എല്ലാം സെറ്റായി തിളയ്ക്കുന്നത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. എന്തായാലും എന്നാൽ കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, വീഡിയോസും ഫോട്ടോസും എല്ലാം. പച്ചക്കറികളെല്ലാം അവിയലിന് അരിയുന്നത് പോലെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയതിന് ശേഷം തേങ്ങ ചിരണ്ടിയതിലേക്ക് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഞെരടി കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ മൊത്തം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഫസ്റ്റ് വിസിലിനത് സിമ്മിലിടുക. സെക്കൻഡ് വിസിൽ അടിക്കുമ്പോഴത്തേനും അത് ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്കിന് അവിയൽ കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് പരിപ്പ് കറിയുടെ പ്രിപ്പറേഷൻ നോക്കാം. ഞാനിവിടെ ചെറുപയർ പരിപ്പ് 1/4 കപ്പ് എടുത്തിട്ട് ഒരു പാനിലാക്കി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ഒരു മൂത്ത മണമൊക്കെ വരും. അപ്പോഴത്തേനും അത് തയ്യാറായിട്ടുണ്ടാകും. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ പരിപ്പ് കറിക്കായിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 15 കൊച്ചുള്ളി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് അവസാനം പരിപ്പാറയിലിട്ടിട്ട് ഒന്ന് താളിക്കാനാണ്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പരിപ്പിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ വേവുന്ന പരുവാണ് നിങ്ങൾ കാണുന്നത്. ഇത് മോരാണ്. പിന്നെ അടുത്തത് പച്ചടിയാണ്. ഇതിൻ്റെയൊക്കെ റെഡി ആയതിനു ശേഷമുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളായിരുന്നു കേട്ടോ. ഓക്കെ. പിന്നെ പരിപ്പിന് ഞാൻ ഒരു തേങ്ങ നല്ലോണം മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് പരിപ്പോടെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അതുപോലെ കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. കൊച്ചുള്ളി ഒരു ഗോൾഡൻ കളറായി വന്നപ്പോഴത്തേക്കിന് ഞാനത് അവസാനം ഈ ഒരു പരിപ്പിലേക്ക് അത് താളിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമ്മളെ പരിപ്പ് റെഡിയായി. അത്രേ ഉള്ളൂ സംഭവം. പരിപ്പ് റെഡിയായി വന്നപ്പോഴേക്ക് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ നേരത്തെ അവിയലിനായിട്ട് മാറ്റി വെച്ചിരുന്ന 15 കൊച്ചുള്ളി അരിഞ്ഞത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒരു ഫൈനൽ ടച്ചപ്പിനായിട്ടാണ് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി. ഇനി പായസമാണ്. ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് ചൗരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽമയുടെ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പായസത്തിൻ്റെ അത് ചേർക്കാൻ ഒരു പാനിൽ എണ്ണയിൽ 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും 2 ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. 1 കപ്പാണ് എടുക്കേണ്ടത്. ഞങ്ങളിവിടെ മധുരം കുറച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നീട് പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 200 ഗ്രാം വറുത്ത സേമിയയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓരോ സേമിയയ്ക്കും ഓരോ വേവുന്ന സമയമാണ്. സാധാരണ 10 മുതൽ 15 മിനിറ്റ് വരെയാണ് സേമിയയുടെ വേവിൻ്റെ സമയം. എന്തായാലും സേമിയ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പപ്പടം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ അയൺ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് പപ്പടം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പപ്പടം എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ സേമിയയിലേക്ക് നോക്കിയപ്പോഴത്തേനും സേമിയയെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ ഞാൻ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്ന കാഷ്യൂനട്ടും അതുപോലെ മുന്തിരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പായസം റെഡി.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓണം സദ്യ പ്രിപ്പറേഷൻ. ചോറെല്ലാം അവിടെ വെന്ത് റെഡിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. കറികൾ മാത്രമേ ഞാൻ പക്ഷേ കാണിച്ചുള്ളൂ, ചോറിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമേ. ലാസ്റ്റായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ടാറ്റാ.